പ്രേക്ഷകരെ ഇപ്പോൾ ദുൽഖർ സൽമാൻ കൊച്ചി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ ഒരു ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രാവിലെ ED അദ്ദേഹത്തിന്റെ 3 വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹം എയർപോർട്ടിലൂടെ കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് 17 ഇടങ്ങളിലായിരുന്നു ഇന്ന് EDയുടെ റെയ്ഡ് നടന്നത്. ഒരേ സമയം തന്നെയായിരുന്നു പലയിടങ്ങളിലായി അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത്. അക്കാര്യത്തിൽ പറയുന്നുണ്ടോ? ദുൽഖർ സൽമാൻ എയർപോർട്ടിലെത്തി മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം കാറിലേക്ക് കയറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ 6:30 മുതലായിരുന്നു ഈ ഒരു റെയ്ഡ് നടത്തിയിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോഴത്തെ ദുൽഖർ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറായില്ല അല്ലേ? അതെ, ദുൽഖർ സൽമാൻ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ദുൽഖർ വാഹനത്തിൽ കയറി വിമാനത്താവളത്തിന് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ വാഹനം നിർത്തി. ഒരുപക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വിമാനത്താവളത്തിനടുത്ത് വാഹനം നിർത്തിയിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഇല്ല. ഒരുപക്ഷെ ED വിളിപ്പിച്ചതാകാനുള്ള സാധ്യത. പക്ഷേ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും മിണ്ടാൻ ഒരു ശബ്ദം പോലും ദുൽഖർ സൽമാൻ തയ്യാറായില്ല. ED വിളിപ്പിച്ചതാണോ, ED വേട്ടയാടുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവ്, കസ്റ്റംസ്, അതോടൊപ്പം തന്നെ ED തുടങ്ങിയ ഏജൻസികൾ പിന്നാലെ കൂടിയിട്ടുണ്ടല്ലോ, എന്താണ് കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വളരെ മൗനത്തിലാണ് ദുൽഖർ സൽമാൻ. എന്തായാലും ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ED റെയ്ഡ് നടത്തുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ഒരുപക്ഷെ ദുൽഖർ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി നൽകും, വിശദാംശങ്ങൾ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദുൽഖർ സൽമാൻ ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പുറത്തേക്ക് പോവുകയാണ്. അത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും ദുൽഖർ സൽമാൻ മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്കാണെങ്കിൽ ഈ അന്വേഷണമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാകും. ED ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി മറുപടി നൽകും. വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ സംബന്ധിച്ചാണ്. നിലവിൽ ഒരു വാഹനം കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു വാഹനം അവിടെ വീട്ടിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത്. എന്തായാലും ദുൽഖർ സൽമാൻ കൊച്ചി എയർപോർട്ടിലെത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരം പ്രതികരണവും അദ്ദേഹം നൽകിയില്ല. നേരെ കാറിലേക്ക് കയറി പോവുകയായിരുന്നു. ED വിളിപ്പിച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ഭൂട്ടാൻ കാർ തട്ടിപ്പിൽ ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വീടുകളിലാണ് ഇന്ന് ED റെയ്ഡ് നടക്കുന്നത്. കൊച്ചിയിലും ചെന്നൈയിലുമായി 17 ഇടങ്ങളിലാണ് ഈ റെയ്ഡ് പുരോഗമിച്ചത്. നമുക്ക് പ്രദീപ് ജോസഫിനോട് കൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പ്രദീപ്, രാവിലെ പുലർച്ചെ 6:30 തുടങ്ങിയ റെയ്ഡാണ്. ഇപ്പോൾ റെയ്ഡ് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഇപ്പോഴത്തെ ദുൽഖർ എത്തിയിരുന്നു എയർപോർട്ടിൽ, പക്ഷേ യാതൊരു തരം പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. റെയ്ഡ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രദീപ്? ജയലക്ഷ്മി, രാവിലെ 6:30 മണിക്കാണ് ED ഉദ്യോഗസ്ഥർ 17 ഇടങ്ങളിൽ, കേരളത്തിലും തമിഴ്നാട്ടിലുമായി 17 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് തുടങ്ങിയത്. റെയ്ഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ രേഖകൾ പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും പരിശോധന നടത്തിയത് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ പഴയ വീട്ടിലാണ്. അതിനോട് ചേർന്നാണ് വാഹനങ്ങളുടെ യാർഡ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം വൈറ്റില ജനതയിലെ ഈ വീട്ടിലാണ്. ദുൽഖർ സൽമാൻ ഇവിടേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇവിടേക്കാവും എത്തുക എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ കുറച്ച് സമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ന് കരുതുന്നു ഒരു ആഡംബര വാഹനം നെടുമ്പാശ്ശേരിയിലേക്ക് പോയിരുന്നു. വൈകാതെ അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. ഇത് കൂടാതെ നടക്കുന്നത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. കൂടാതെ കൊച്ചി കലൂരിൽ നടൻ അമിത് ചക്കാലിക്കലിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നു. ഇതുകൂടാതെ മറ്റ് 3 ഇടങ്ങളിൽ കേരളത്തിൽ പരിശോധന നടക്കുന്നത്. ഒന്ന് അടിമാലിയിലാണ്. അവിടെ
ശില്പ സുരേന്ദ്രൻ എന്നയാളുടെ വീടും അവരുടെ അവരുടെ വാഹനം സൂക്ഷിച്ചിരിക്കുന്ന വർക്ക്ഷോപ്പും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ കസ്റ്റംസും അവിടെ പരിശോധന നടത്തിയിരുന്നു. മറ്റൊന്ന്, തൃശ്ശൂരിൽ ആഡംബര വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്ന കൂടാതെ ആഡംബര വാഹനങ്ങളുടെ വർക്ക്ഷോപ്പ് ജോലികൾ ചെയ്യുന്ന പാലിയേക്കരയിലെ ഒരു വർക്ക്ഷോപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. കോഴിക്കോട് തൊണ്ടയാടുള്ള ആഡംബര വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം കസ്റ്റംസും പരിശോധന ശരി പ്രദീപ്, എന്തായാലും ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി രാവിലെ 6:30-ക്കാണ് ഇന്ന് റെയ്ഡ് ആരംഭിച്ചത്. ഇപ്പോഴും ആ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കിന്റെയും അടക്കമുള്ള വീടുകളിൽ ഈ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ദുൽഖർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇഡി വിളിച്ചു വരുത്തിയതാണോ എന്ന കാര്യത്തിലൊക്കെ, അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ചിത്രം വ്യക്തമാകും. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.